രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉടൻ നവംബർ ആദ്യവാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കുമെന്നാണ് സൂചന. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും. SIR ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗം എന്നും തുടരും. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള യോഗം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹാഷ്മി, ഈ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് ജൂണിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 10 പ്രാഥമികമായി ഒരു യോഗം മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിളിക്കുകയും SIRനുള്ള പ്രാഥമികമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ഉള്ള വോട്ടർ പട്ടികയുടെ മാപ്പിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വോട്ടർമാർക്ക് മാറ്റമുണ്ട്, അവരുടെ മേൽവിലാസം അത് തുടരുന്നുണ്ട്, അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. പ്രധാനമായും ഈ പുതിയ വോട്ടർ പട്ടിക SIRന് ശേഷമുള്ള പുതിയ വോട്ടർ പട്ടികയിൽ 70% വോട്ടർമാരും തുടരും എന്ന് തന്നെയാണ് ബീഹാറിലെ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കുന്നത്. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് നവംബർ ആദ്യവാരം മുതൽ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഘട്ടം ഘട്ടമായാകും 3 മാസത്തെ ഇടവേളകളിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുക. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, അസം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലായിരിക്കും ഈ കാര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രഥമ പരിഗണന നൽകുക. അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് അതിനുശേഷം മാത്രമായിരിക്കും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് നടപടികൾ കടക്കുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അല്ലാത്ത പക്ഷം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന ഒരു വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ ഒരു അറിയിപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ആ ഒരു അപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.